ഒരു 5-സ്റ്റാർ ഹോട്ടലിലെ ലഞ്ച് കണ്ടാലോ? സോ ബൊഫേ ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് സൂപ്പാണ്, ചിക്കൻ സൂപ്പാണ് നമ്മൾ എടുത്തത് സ്റ്റാർട്ടറായിട്ട്. അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നമ്മുടെ സീറ്റിൽ പോയിരുന്നു. അതിൻ്റെ നാപ്കിൻ എടുത്തിട്ട് നമ്മുടെ മടിയിൽ ഇങ്ങനെ വിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫുഡ് സ്റ്റാർട്ടാക്കാൻ. സോ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റ് എടുക്കാൻ പോയി. വേറൊന്നുമല്ല, സാലഡ്സ്. ഡിഫറെൻറ്റ് സാലഡ്സ് ഉണ്ട്. എഗ്ഗ്, ബ്രൊക്കോളി വിത്ത് ആപ്പിൾ സാലഡ്. അത് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് സ്പൈസിയുടെ ആളാണ്. ഓവറോൾ അത് കുഴപ്പമില്ലായിരുന്നു സാലഡ്സ്. പിന്നെ ചിക്കൻ ഹണിയിലൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൊക്കോളി ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്തത്. പിന്നെ ചിക്കൻ നമ്മൾ സ്ലൈസ് ചെയ്ത് വേണം കഴിക്കാൻ. അത് ഇച്ചിരി പാടാട്ടോ. നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കത്തുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കത്തുമില്ല, ബട്ട് വയറ് പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും. പിന്നെ പൊട്ടറ്റോ സ്ലൈസ് ഉണ്ടായിരുന്നു. ഗാർലിക്കും ഹണിയും ഒക്കെ കൂടി ചേർത്തിട്ട്, ബട്ട് കുഴപ്പമില്ലായിരുന്നു അത്. പിന്നെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ കുറച്ച് നൂഡിൽസ് അവിടെ ഉണ്ടായിരുന്നു, അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ സാദാ ചോറ്, സാമ്പാർ അതൊക്കെ ഉണ്ടായിരുന്നു, അതും നമ്മളെടുത്തില്ല. പിന്നെ നമ്മളൊരു ബ്രൊക്കോളി ബീഫ് പിന്നെ സീഡ്സ് ഓയിലിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇത് ഞാൻ കഴിച്ചു, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കുറേ ഫുഡിൽ ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു, ജിഞ്ചർ ഷോട്ടൊക്കെ ആയിട്ടുള്ള, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ ന്യൂഡിൽസ് കഴിക്കുമ്പോൾ ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മറ്റേ സാധാ സ്പൂണിലേക്ക് വെച്ചിട്ട് വേണം കഴിക്കാൻ. അവിടെ വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. ഇതാണൊരു ഫോർമൽസ് ബിസിനസ് മീറ്റിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണം കഴിക്കാൻ. ലൈക്ക് നമ്മളൊന്നും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ടൈമല്ല. സത്യം പറഞ്ഞാൽ ഇത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, ഇച്ചിരി പാടാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് വേണം ഇങ്ങനെയൊക്കെ കഴിക്കാൻ. ഓരോ ഫുഡ് കഴിക്കാൻ അതിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഡിഫറെൻറ്റ് അച്ചാർസൊക്കെ ഉണ്ടായിരുന്നു, കോളിഫ്ലവറിൻ്റെയും അതിൻ്റെയൊക്കെ അച്ചാർ. പിന്നെ ഡെസേർട്ട് ഉണ്ട്, അത് അടുത്ത വീഡിയോ വരും. അപ്പോൾ അത്രയുള്ളൂ. ബൈ.